ഈ പറഞ്ഞ പോലെ തന്നെയാണ് സംസ്ഥാനത്ത് വീണ്ടും മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്നു. വയനാട് ജില്ലയിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിഞ്ഞ് വീണു. കണ്ണൂർ പാലച്ചുരത്തിലും മണ്ണിടിച്ചിലുണ്ടായി. പാനൂരിൽ കനത്ത മഴയെ തുടർന്ന് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. എറണാകുളം പള്ളിക്കരയിൽ മുട്ടംതോട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് വ്യാപകമായ നാശനഷ്ടം. 2 മുറികൾ പൂർണ്ണമായും തകർന്നു. ജനലുകൾ, അലമാരകളൊക്കെ നശിച്ചു. ആലപ്പുഴ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. തലവടി പഞ്ചായത്തിൽ NDRF സംഘം സന്ദർശനം നടത്തി. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ 108ഓളം വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ തുടരുന്നുണ്ട്. ഒപ്പം കൊച്ചിയിൽ നിന്ന് ആസിഫ് ഉമോദും തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K വിജയനും ഉണ്ട്. കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേട്ടും കണ്ണൂരിൽ നിന്ന് നിഖിലും ചേരുന്നു. സമഗ്രമായ വിവരങ്ങൾ എടുക്കാം. നമുക്ക് ആദ്യം കൊച്ചിയിൽ നിന്ന് ആസിഫ് ഉണ്ട്. ആസിഫിലേക്ക് പോവാണ്. ആസിഫ്, ഈ കൊച്ചിയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അത്രയും മഴയാണ്. മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആസിഫ് ഇപ്പോൾ എവിടെയാണ്? ഒപ്പം തന്നെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, കൺട്രോൾ റൂമുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടോ? പറയൂ. സംസ്ഥാനമൊട്ടാകെ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടവും ഉണ്ടായി. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കൊച്ചിയിൽ ഒരു വീട്ടിൽ മണ്ണിടിഞ്ഞ് വീണതിൻ്റെയാണ്. ആ വീട് പൂർണ്ണമായും ഏറെക്കുറെ നഷ്ടപ്പെട്ടു. വീടിൻ്റെ മുറികളും വാതിലുകളും അടക്കം തകർന്നു എന്നുള്ള നിലയിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കൊച്ചിയിലാണ് ഈ ഒരു സംഭവം. മണ്ണിടിഞ്ഞാണ് ഈ വീട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായത്. കഴിഞ്ഞ 2 ദിവസമായി വലിയ മഴയാണ് കൊച്ചിയിൽ നല്ല സംസ്ഥാനം ഒട്ടാകെ അനുഭവപ്പെടുന്നത്. ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, ഈ മണ്ണിടിഞ്ഞ വീട്ടിലാണ് ആസിഫ് നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ. തീർച്ചയായും പള്ളിക്കരയിൽ മണ്ണിടിഞ്ഞ ജോമോന്റെ വീട്ടിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഈ വീട്ടിലുള്ളത്. ഇന്നലെ രാത്രി 10:30 വലിയ മഴയത്ത് ഇത്തരത്തിൽ ഈ വീടിന് പിന്നിലുള്ള ഒരു കുന്നിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് വീട്ടിലേക്ക് ഇരച്ചു കയറിയത്. ഈ സമയത്ത് വീട്ടുകാർ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വലിയ ശബ്ദത്തോടു കൂടി മണ്ണിടിഞ്ഞ് വീട്ടിലേക്ക് ഇടിച്ചു കയറുകയും ഒരു മുറിയുടെ ജനൽ അത് തെറിച്ച് ഹോളിലേക്ക് എത്തുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു. അത്ര ഭീകരമായ ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായത്. 40 അടിയോളം ഉയരത്തിൽ നിന്നാണ് ഈ വലിയ മൺതിട്ട, ഏകദേശം 20 അടിക്ക് മുകളിൽ ഉള്ള ഒരു വലിയ മൺതിട്ടയാണ് ഈ വീട്ടിലേക്ക് ഇത്തരത്തിൽ ഇടിച്ചു കയറിയത്. സാധാരണഗതിയിൽ അവരൊരു ഉറങ്ങുന്ന സമയമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റൂം അവർ സാധാരണ ഉറങ്ങുന്ന ഒരു റൂമാണ്. ഇന്നലെ കുട്ടികൾക്ക് പരീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇന്നലെ അവർ ആ ഒരു സമയത്ത് ഈ ഒരു മുറിയിലില്ലാതെ ഇരുന്നത്. അതുകൊണ്ട് അവർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. നമുക്ക് അവൻ്റെ ഹോളിലെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഹോളിലെ ഭിത്തി അടക്കം പൂർണ്ണമായും ചെളി നിറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. അത് അടുക്കളയിലേക്ക് അടക്കം ആ ചെളി ഇങ്ങനെ തെറിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരു ജനലിൻ്റെ പാളിയുടെ കാര്യമാണ്. ഇത് അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന ആ മുറിയുടെ ജനലാണ്. അത് മണ്ണിടിച്ചിലിൽ തെറിച്ചു വന്ന് ഇത്തരത്തിൽ ഈ ഒരു ഹോളിലേക്ക് പതിച്ചത്. വീട്ടിലെ ആ ചേച്ചിയുണ്ട്. ചേച്ചി കുറച്ചു മുമ്പ് നമ്മളോട് പറയുകയായിരുന്നു ആ സമയത്ത് കുട്ടികൾ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം. നമുക്ക് ആ ചേച്ചിയോട് തന്നെ ആ ഒരു കാര്യം ചോദിക്കാം. ചേച്ചി, ഇന്നലെ നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച സമയത്താണോ ഈ ഒരു ദുരന്തം? വെച്ചുള്ളൂ, ഭക്ഷണം കഴിച്ച് എടുക്കാൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒച്ച കേട്ടിട്ട് ഞാൻ ആദ്യം ആ ജനലിൻ്റെ അവിടെ പോയി. അപ്പോൾ ഇവർ എൻ്റെ പുറകെ വന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് മണ്ണിടിഞ്ഞിട്ടുള്ളൂ. പിന്നെ നോക്കുമ്പോൾ മല ഇങ്ങനെ ഇളകി ഇങ്ങനെ വരെയാണ് കണ്ടത്. അപ്പം തന്നെ എല്ലാവരും ഇങ്ങോട്ട് ഓടി. കൊച്ചോടി ഇവിടെ എത്തിയപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ വന്ന് ഇവിടെ നിന്നത്. ആ മുറിയുടെ ജനലാണിത്. അതെ, ആ ജനലിലാണ് ഇവിടെ വന്ന് നിന്ന്. കൊച്ചിങ്ങനെ സ്റ്റക്കായി അവിടെ നിന്ന്. അപ്പം തന്നെ മണ്ണ് മേത്തേക്ക് തെറിച്ച് കൊച്ചിൻ്റെ തലവഴിയൊക്കെ തെറിച്ച് ഞാൻ അവിടെ നിന്ന് തെറിച്ച് ഇങ്ങോട്ട് താഴേക്ക് വീണു. കട്ടില് പൂർണ്ണമായിട്ട് തകർന്നു. സാധാരണ നമ്മൾ ഈ കിടന്നുറങ്ങുന്ന സമയമാണല്ലേ അത്? അതെ, ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങേണ്ട സമയമാണ്. ഇന്നലെ ആ ഒരു എക്സാം ഉണ്ടായതുകൊണ്ട് അപ്പോൾ പ്രാർത്ഥന ചെല്ലാനും വൈകി. അപ്പോൾ ചോറെടുക്കാൻ വൈകിയത് കൊണ്ടാണ് അവിടുന്ന്, അല്ലെങ്കിൽ ആ റൂമിലായിരുന്നു എല്ലാവരും. രാത്രിയിൽ പിന്നെ എവിടെയാണ് കഴിഞ്ഞത്? ഇവിടെ തന്നെ നിൽക്കുമായിരുന്നതോ താൽക്കാലികമായി എങ്ങോട്ടും മാറി? പിന്നെ പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് വന്നു കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് പിന്നെ പോലീസ് എത്തി, ഫയർഫോഴ്സ് എത്തി. പിന്നെ 2 മണിയായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയത്, തറവാട്ടിലേക്ക് പോയത്.
ഇനി ഇവിടെ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും താമസിക്കുമല്ല, മാറി താമസിക്കേണ്ടി വരും തോന്നുന്നല്ലേ? നാട്ടിലേക്ക് മാറാനാണോ? ഇനിയും അവിടെ ആ ഒരു തിട്ടും കൂടി അങ്ങനെ ഇതായി നിൽപ്പുണ്ട്. അതുകൊണ്ട് പുറകിലത്തെ അപകടാവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതെ അതെ അതെ. അതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അപകടത്തിൻ്റെ അത് പൂർണ്ണമായി ഒഴിവായി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇനിയും അപകടമായ രീതിയിൽ തന്നെ മൺതിട്ട പുറകിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു പകുതിയെങ്കിലും ആ തിട്ട നീക്കം ചെയ്യാതെ ഇതിൻ്റെ ഒരു അപകടാവസ്ഥ ഒഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുതന്നെയാണ് ഈ നാട്ടുകാരടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തിട്ടയുടെ ഒരു ഉയരം നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. ഏകദേശം 40 അടിക്ക് മുകളിലുള്ള ഒരു തിട്ടയാണ്. അതിൻ്റെ ഒരു വലിയൊരു ഭാഗം ഇന്നലെ രാത്രിയിലെ മഴയ്ക്ക് ഇത്തരത്തിൽ ഇങ്ങോട്ട് ഇടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അപകടാവസ്ഥയിൽ തന്നെ തുടരുന്ന മറ്റു ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. അതിൻ്റെ ഒരു ഉയരം ഒരു പകുതിയായെങ്കിലും കുറയ്ക്കാതെ ഈ ഒരു വീട്ടിലടക്കമുള്ള ആളുകൾക്ക് ഒരു സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് വളരെ കാലം മുമ്പ് ഇവിടെ നിന്ന് ഈ കുന്നിടിച്ചുകൊണ്ട് പോയതാണ്. നഗരവികസനത്തിൻ്റെ ഭാഗവുമായി മറ്റും ഉണ്ടായ ആ ഒരു സമയത്ത് കുന്നിടിച്ചുകൊണ്ട് പോയതാണ്. പിന്നീട് വർഷങ്ങളായി ഈ ഒരു അപകടാവസ്ഥയിൽ തുടരുകയായിരുന്നു. പക്ഷേ അപ്പോഴും കുറച്ച് കട്ടിയുള്ള മണ്ണ് എന്ന രീതിയിലാണ് ഈ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രിയിലാണ് ആ ഒരു വലിയ തിട്ടയുടെ ഒരു വലിയ ഭാഗം പൂർണ്ണമായ രീതിയിൽ ഈ ഒരു വീട്ടിലേക്ക് ഇരച്ച് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അതിൻ്റെ ഒരു ഭീതിയിൽ തന്നെയാണ് ഈ വീട്ടുകാരും ഉള്ളത്. കാരണം ജോമോനും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം. എന്നാൽ അവർ ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ച സമയത്താണ് ഈ ദുരന്തമുണ്ടായത്. നമുക്ക് വീട്ടുകാര് മാത്രമല്ല ആസിഫ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ അത് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം തലനാടിടയ്ക്കൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം. അത്രയും ഭീകരമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിഭീകരം. ഒരു വീടിൻ്റെ മുറിയൊക്കെ ആകെ പോവുക, ഒരു കട്ടിലടക്കം തകർന്നു പോകുന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. എന്താണെങ്കിലും പ്രദേശത്ത് ജാഗ്രത തുടരേണ്ട. കാരണം ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. സമീപവാസികളും ഒക്കെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോവുക. ഞാൻ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ദേവൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ദേവൻ, നമ്മൾ നേരത്തെ ആലപ്പുഴയിലുണ്ടായ മഴക്കെടുതിയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വാർത്തകൾ, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പലയിടത്തും വെള്ളം കയറും, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുമെന്ന് ഇന്നലെ തന്നെ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പടക്കം നൽകിയിരുന്നു. അങ്ങനെ വെള്ളം കയറിയ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പറയാം. സേതുലക്ഷ്മി, ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ തുടർച്ചയായൊരു മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ ഉള്ളത്. ഇടവിട്ടുള്ള സമയങ്ങളിലാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രൂക്ഷമായൊരു വെള്ളക്കെട്ടിലേക്കോ അല്ലെങ്കിൽ തന്നെ വീടുകളിലേക്കെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്കോ ഇതുവരെയും ആലപ്പുഴ ജില്ലയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ, കുട്ടനാട് അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ നേരിയ തോതിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ എന്ന വണ്ണം 2 ദുരിതാശ്വാസ ക്യാമ്പുകളും ഇപ്പോൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം ഗവൺമെന്റ് LP സ്കൂളിലും ഒപ്പം തന്നെ ചെങ്ങന്നൂർ കിഴക്കേനട UP സ്കൂളിലുമായിട്ടാണ് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ ജില്ലയിൽ തുറന്നിട്ടുള്ളത്. എന്നാൽ ഇവിടങ്ങളിലേക്കൊന്നും അധികം കുടുംബങ്ങളെയൊന്നും മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ ജില്ലയിലില്ല. അതോടൊപ്പം തന്നെ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയോടൊപ്പം തന്നെ അതിശക്തമായ ഒരു കാറ്റ് വീശിയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജില്ലയിൽ ഇപ്പോൾ കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി വീടുകൾക്കും ഒപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളുടെ എല്ലാം മുകളിലേക്കും മരം കടപുഴുകി വീഴുകയും അതോടൊപ്പം തന്നെ മേൽക്കൂര പറന്നു പോകുന്ന അതിശക്തമായ കാറ്റിൽ പറന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഒപ്പം തന്നെ ഇപ്പോൾ ഈ അപ്പർ കുട്ടനാട് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം NDRF സംഘം എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഈ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ജലം എത്തുന്നതോടുകൂടി തന്നെ ഈ അപ്പർ കുട്ടനാട് മേഖലകളിലെല്ലാം തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന വണ്ണം NDRF സംഘം ഇന്നലെ സ്ഥലത്തെത്തുകയും ഈ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുകയും ചെയ്തിരുന്നു. നിലവിൽ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരി പാലത്തിന് സമീപമാണ് മരം വീണ് ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് മേൽ ഈ മരം വീഴുകയും അതിൽ ഭർത്താവായ ഉനൈസിന് ആറാട്ടുപുഴ മനസ്സിൽ ഉനൈസ് എന്ന് പറയുന്ന ആൾ മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ നിലനിൽക്കുന്നു. മഴക്കെടുതിയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഴക്കെടുതികൾ ആലപ്പുഴയിൽ. ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ഇർഫാൻ ഇബ്രാഹിം സേനോട് നമുക്കിപ്പം. ഇർഫാൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോട്. ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധിയാണ് ഇന്നവിടെ. മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ടോ? പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, ഇടുക്കി ആ ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ മഴക്കെടുതികളൊക്കെ ഉണ്ടാകുന്ന, ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അടക്കം ഉണ്ടാകാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ മഴക്കെടുതികളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ഇർഫാൻ?
സേതുലക്ഷ്മി, മഴ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പൊതുവിൽ ഒരല്പം ശമനമുണ്ട് എന്ന് പറയുവാൻ കഴിയും. ഇന്നലെ അർദ്ധരാത്രിക്ക് അതിതീവ്ര മഴയാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയത്. അതുമാത്രമല്ല ഇന്ന് ഇന്നലത്തെ അപേക്ഷിച്ച് താരതമ്യേന മഴക്കെടുതികൾ ഒരല്പം കുറഞ്ഞു എന്ന് പറയാൻ കഴിയും. വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ആളപായമം കോഴിക്കോട് ജില്ലയിൽ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. പല വീടുകൾക്ക് മുകളിലും മരം മറഞ്ഞു വീണ് അപകടങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. കുറ്റ്യാടിയിൽ മിന്നൽ ചുഴലി ഉണ്ടായി എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല ഈ അതിശക്തമായ കാറ്റിൽ പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. മരങ്ങൾ മറഞ്ഞു വീഴിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉൾപ്പെടെ കോഴിക്കോട് പലയിടങ്ങളിലും സ്ഥിതിഗതിയിൽ അങ്ങനെ പോയിരുന്നു. ഇന്ന് പ്രൊഫഷണൽ കോളേജുകളും അംഗൻവാടികളും ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. തീരദേശത്ത് അതിശക്തമായ കാറ്റും കാപ്പാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൊയിലാണ്ടി പ്രദേശത്തിൻ്റെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം അതിരൂക്ഷം തന്നെയാണ്. ഉയർന്ന തിരമാലകളാണ് ജില്ലയുടെ തീരദേശ മേഖലയിൽ ആഞ്ഞടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന ഒരു നിരോധനം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. മാത്രമല്ല വിനോദസഞ്ചാര മേഖലയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. DTPCക്ക് കീഴിലുള്ള മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടുണ്ട്. ജലാശയങ്ങളും അതോടൊപ്പം തന്നെ കടലും ഇറങ്ങുന്ന ആളുകൾക്ക് വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ പല വിധ വകുപ്പുകളായി ശരി ഇർഫാൻ, എല്ലായിടത്തും മഴക്കെടുതികൾ തന്നെയാണ്. നമുക്ക് തൃശ്ശൂരിലേക്ക് കൂടി പോകാം. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, നമ്മൾ ഈ എല്ലായിടത്തും മഴക്കെടുതികൾ വാർത്തകൾ ഒക്കെയാണ്. തൃശ്ശൂർ രണ്ടറ്റത്തുള്ള 2 പുഴകൾ നിറഞ്ഞൊഴുകുകയാണ്, ചാലക്കുടി പുഴയും ഭാരതപ്പുഴയും. വിവരങ്ങൾ. തൃശ്ശൂരിലും അതിശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ആതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലകളിലായിരുന്നു. ഇവിടെ ഇന്നലിലടക്കം അതിശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ജില്ലയിലുണ്ടായത്. എന്നാൽ ഇന്ന് പുലർച്ചെ മുതൽ ഒരു നേരിയ തോതിൽ മഴയ്ക്ക് കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ശക്തമായ മഴയായിരുന്നു വിവിധ ഘട്ടങ്ങളിലായി ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടത്, നാശനഷ്ടങ്ങൾ ഉണ്ടായത് തൃശ്ശൂരിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു. മരങ്ങൾ ഒടിഞ്ഞതും അല്ലെങ്കിൽ കൃഷിനാശം സംഭവിച്ചതുമൊക്കെ നിരവധിയായ നാശനഷ്ടങ്ങൾ ജില്ലയിലുണ്ടായി. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും ഒടിഞ്ഞും വീണും തകർന്നു വീണുമൊക്കെയാണ് ഇത്തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത്. ജില്ലയിലെ 2 പ്രധാന പുഴകൾ ചാലക്കുടി പുഴയും ഭാരതപ്പുഴയും നിറഞ്ഞ് ഒഴുകുകയാണ്. പക്ഷേ വാർണിംഗ് ലെവലിലേക്ക് മാത്രമാണ് ഇപ്പോൾ പുഴ എത്തിയിട്ടുള്ളത്. പെരിങ്ങൽകുത്ത് ഡാം അടക്കം ജില്ലയിലെ ചെറുകിട ഡാമുകളെല്ലാം തന്നെ ഇതിനോടകം തുറന്നിട്ടുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പ്രളയഭീതിക്ക് സാഹചര്യമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളുമില്ല. അപ്പർ ഷോളയാറും ലോവർ ഷോളയാറും, തമിഴ്നാട്ടിലുള്ള ഷോളയാർ അണക്കെട്ടും കേരളത്തിന്റെ ഭാഗമായ ലോവർ ഷോളയാറും ജലനിരപ്പുകൾ വലിയ തോതിൽ ഉയരാത്തത് പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആശങ്കകൾക്ക് ഇട നൽകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ജില്ലയിലെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കണക്കെടുപ്പുകൾ ഇനിയും ശരി ലെവിൻ, എന്താണെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ള വാക്ക് കേൾക്കുന്നത് ആശ്വാസകരമായ ഒരു കാര്യം. കണ്ണൂരിലേക്ക് പോകാം. നിഖിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, എല്ലായിടത്തും ഈ അലേർട്ട് നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ മഴയും മഴക്കെടുതികളുമുണ്ട്. സംസ്ഥാനത്ത് 2 ഇടങ്ങളിൽ 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കണ്ണൂരിൽ നിലവിൽ മഴ ചെറിയ തോതിൽ മാത്രം പെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം പല സ്ഥലങ്ങളിലും രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് ഒരു ബുദ്ധിമുട്ടായി നിലനിൽക്കുന്നത്. കക്കാട് പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കക്കാട് മുണ്ടയാട് റോഡിൽ ഗതാഗതത്തിന് ചെറിയ തടസ്സം നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ എളയാവൂരിൽ 15ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം കൊട്ടിയൂർ പാൽച്ചുരത്തിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം ഇന്നലെ അർദ്ധരാത്രി പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും വലിയ കൂറ്റൻ പാറകളാണ് മണ്ണിടിച്ചിലിന്റെ ഭാഗമായി റോഡിലേക്ക് വീണത്. ആ പാറക്കല്ലുകൾ പൊട്ടിച്ചു നീക്കാനുള്ള ശ്രമം ഇപ്പോൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാകുന്നതോടുകൂടി മാത്രമായിരിക്കും കണ്ണൂരിൽ നിന്ന് പാൽച്ചുരം വഴി വയനാട് ഭാഗത്തേക്കുള്ള യാത്ര പൂർണ്ണമായും സുഗമമായി നടത്താൻ സാധിക്കുക. ഏതായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്.
ശരി നിഖിൽ തുടരുക, കാരണം മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി നിഖിലിൽ നിന്നും തേടാനുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ മഴക്കെടുതികൾ തുടരുകയാണ്. എല്ലായിടത്തും മഴയുണ്ട്, മഴക്കെടുതികളുമുണ്ട്. സംസ്ഥാനത്ത് 2 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ മഴയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വളരെ സമഗ്രമായി നൽകിയത് ആലപ്പുഴയിൽ നിന്ന് ദേവൻ, കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്, തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ, ഒപ്പം കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേട്ടും, കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരുമായിരുന്നു.